ഫേസ്ബുക്ക് വാളിൽ ഒരു പോസ്റ്റ് കാണുന്നുണ്ടായി. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നതാണ് അവിടുത്തെ ചർച്ചാ വിഷയം. സ്വലാത്ത് എന്നതിന് അർത്ഥം ദുആ എന്നതാണ്. ലെക്സിക്കലി അതിന് അർത്ഥം കൊടുക്കാറുള്ളത്. ഭാഷാപരമായിട്ട് സ്വലാത്തിന്റെ അർത്ഥം ദുആ എന്ന് തന്നെയാണ്. ആ ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, യുസല്ലൂന എന്ന് പറയുന്ന പദം അതിന്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് സ്വലാത്താണ്. അതുകൊണ്ട് തന്നെ യുസല്ലൂന എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അള്ളാഹുവും മലക്കുകളും ദുആ ചെയ്യുന്നു, നബിയോട് ദുആ ചെയ്യുന്നു എന്ന അർത്ഥം പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുപാട് ആട്രിബ്യൂട്ട്സ് നമുക്ക് കൊടുക്കാറുണ്ട്. ഒരുപാട് ആട്രിബ്യൂട്ട്സ് അള്ളാഹു തആലക്ക് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ ഖിയാമു ബിൻ നഫ്സ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സെൽഫ് സബ്സിസ്റ്റന്റ് ആയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു മറ്റുള്ളവരെ ഒന്നും ആശ്രയിക്കരുത് എന്നും മറ്റുള്ളവരെല്ലാം അള്ളാഹുവിനെ ആശ്രയിക്കണം എന്നുമാണ് ഇസ്ലാമിന്റെ തിയോളജി വിഭാവനം ചെയ്യുന്നത്. അള്ളാഹു മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ ആ ഇലാഹ് അത് അള്ളാഹു ആകുവാൻ തന്നെ പറ്റുകയില്ല, സാധ്യമാവുകയില്ല എന്നതാണ്. അതുകൊണ്ട് അള്ളാഹ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുള്ള ഒരു പ്രധാന വിശേഷണമാണ് മറ്റുള്ളവരെല്ലാം അള്ളാഹുവിനെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ആയത്തിന്റെ ഇന്റർപ്രിട്ടേഷൻസിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. വളരെ സിമ്പിളായിട്ട് നമുക്കതിന്റെ വിശദീകരണം നൽകാവുന്നതേ ഉള്ളൂ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്നതാണ് അതിന്റെ പൂർണ്ണരൂപം. ഇതിൽ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നാണ് പറഞ്ഞത്. സ്വലാത്തിന് റിലേറ്റീവ് ആയ മീനിങ് ആണുള്ളത്. സ്വലാത്ത് എന്നതിന്റെ ലെക്സിക്കൽ മീനിങ് ദുആ, അതല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് നമുക്ക് മലയാളത്തിൽ പറയാമെങ്കിലും അതിന് റിലേറ്റീവ് ആയിട്ടുള്ള മീനിങ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് അള്ളാഹുവിലേക്ക് സ്വലാത്തിനെ നമ്മൾ ചേർക്കുമ്പോൾ അതിന്റെ അർത്ഥം പുകഴ്ത്തുക, അതല്ലെങ്കിൽ റഹ്മത്ത് ചെയ്യുക, കരുണ ചെയ്യുക എന്നീ അർത്ഥങ്ങളൊക്കെയാണ് നമ്മൾ നൽകുക. അതുകൊണ്ട് തന്നെ അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു, നബിയുടെ മേൽ അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബിയുടെ മേൽ റഹ്മത്ത് ചെയ്യുന്നു, നബിയെ പുകഴ്ത്തുന്നു എന്നൊക്കെ നമുക്ക് വായിക്കാം. അത് ഖുർആനിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് ആയാത്തുകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മലക്കുകളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അതിന്റെ അർത്ഥത്തിന് ചെറിയൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. മലക്കുകൾ നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു എന്നതിന്റെ അർത്ഥം വരുന്നത് നബിയെ പുകഴ്ത്തുന്നു എന്നും അതുപോലെ തന്നെ നബിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്നുമാണ്. അത് സാധാരണ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ നബിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്നും നബിയെ പുകഴ്ത്തുന്നു, ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് റിലേറ്റീവ് ആയ മീനിങ് ആണ് സ്വലാത്ത് എന്നതിന് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിക പണ്ഡിതന്മാരാണ് ഇസ്ലാമിന് വേണ്ട ഇന്റർപ്രിട്ടേഷൻസ് നൽകുന്നത്. ഖുർആനിലും ഹദീസിലും വന്ന ഒരുപാട് വേഴ്സസ് ഉണ്ട്. അതിന്റെ എല്ലാം ഇന്റർപ്രിട്ടേഷൻസ് നൽകേണ്ടത് ഇസ്ലാമിക് സ്കോളേഴ്സ് ആണ്. അവർ പറയുന്നതനുസരിച്ച് വേണം നമ്മൾ അതിനെ അർത്ഥം വെക്കുവാനും മനസ്സിലാക്കുവാനും. അവിടെയാണ് അതിലെ ശരി കിടക്കുന്നതും അവിടെ നിന്നാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളേണ്ടതും. താങ്ക് യു.